ആ ഗീതയിലെ 2 വരികൾ ഞാൻ ചൊല്ലും, നിങ്ങളെ ഏറ്റു ചൊല്ലണം. കാരണം ഇത് പഠിക്കേണ്ട വരികളാണ്. നിങ്ങൾ കൃഷ്ണനെ ഭജിക്കുന്നുവെങ്കിൽ, കൃഷ്ണനോട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ജസ്റ്റ് ലിസൺ ടു ഹിം. നിങ്ങൾ കൃഷ്ണനിൽ അത്ര ഭക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നവരല്ല. ഭാഗവതത്തെ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന രൂപത്തിൽ കേൾക്കുന്നതിന് പകരം ഭാഗവതം ഹിന്ദുമതത്തിൻ്റെ ഒരു ഗ്രന്ഥമായതുകൊണ്ട് മൊത്തം ഹിന്ദുമതത്തെ നമ്മൾ മനസ്സിലാക്കുക. ഹിന്ദുമതം എന്ന് പറയുന്നത് ആത്മീയ മതമാണ്. ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? ആത്മീയത എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഹിന്ദുക്കൾ പഠിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഇത്തരം ശബ്ദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ റിയലി നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പം ഗീതയിൽ 8-ാം അധ്യായം നമുക്ക് കൃഷ്ണൻ പറഞ്ഞത് കുറേയും കൂടി മനസ്സിലാക്കിയാൽ ആത്മീയത എന്ന ശബ്ദം മനസ്സിലാവും. ഗീതയിൽ 8-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവോ അധ്യാത്മമുച്യത്തെ. സ്വഭാവം, ഓരോരുത്തരുടെയും സ്വഭാവം, ഈ സ്വഭാവത്തെയാണ് അധ്യാത്മം ഉച്ചതി, അധ്യാത്മം അഥവാ ആത്മീയം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മനസ്സാണല്ലോ സ്വഭാവത്തിൻ്റെ കേന്ദ്രം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ആ സ്വഭാവത്തെ പ്രകടിപ്പിക്കാനുള്ള ഉപാധി മാത്രമാണ്. ഇപ്പം എല്ലാവരുടെ സ്വഭാവവും ഇരിക്കുന്നപ്പം ഒരാളുടെ സ്വഭാവം ശരിയില്ല പറഞ്ഞാൽ കണ്ണ് ശരിയില്ല, മൂക്ക് ശരിയില്ല, നാക്ക് ശരിയില്ല എന്നല്ലല്ലോ അർത്ഥം. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് ശരിയില്ല പറഞ്ഞാൽ എന്താർത്ഥം? കണ്ണ് ശരിയില്ല എന്നാണോ? ഒരാളുടെ സ്വഭാവം ശരിയില്ല പറഞ്ഞാൽ ഒരാളുടെ മനോവിചാരങ്ങൾ, മനസ്സിലെ ചിന്തകൾ ശരിയല്ല, അങ്ങനെയല്ലേ? സ്വഭാവം മനസ്സുമായി ബന്ധപ്പെട്ടതാണോ? ഉത്തരം നിങ്ങൾ തരണം. ആണോ? ആണ്. അപ്പം മനസ്സുമായി ബന്ധപ്പെട്ടതാണ് സ്വഭാവമെങ്കിൽ മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് അധ്യാത്മം. അപ്പം ഈ വിഷയം ഉണ്ടല്ലോ കുറച്ചുകൂടി സയൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വന്നു. അധ്യാത്മം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സംബന്ധിച്ചത്. ഇത് നിങ്ങളുടെ തലയിൽ ഉറപ്പിക്കണം. നിങ്ങൾ എന്താണ്? ഉറക്കെ പറയൂ. മനസ്സിനെ സംബന്ധിച്ചത്. അപ്പം മനസ്സിനെ സംബന്ധിച്ചുള്ളൊരു പഠനം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി എന്നൊരു വിഭാഗമുണ്ട്. ഉണ്ടോ? അത് സയൻസാണ്. ആണോ? ആണോ അല്ലയോ? അത് മനുഷ്യൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ളൊരു പഠനമാണ്. അവർക്കത് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള വേറെ കാര്യം. മനുഷ്യൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ സൈക്യാട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ്. ആണോ? കൂടെ വരണം നിങ്ങൾ. അപ്പോൾ ഇവിടെ അധ്യാത്മം എന്ന് പറയുന്ന സ്വഭാവം എന്ന വിഷയമാണെങ്കിൽ അത് സയൻസാണോ? അവർക്ക് പറയൂ. അപ്പം മറ്റു റിലീജിയനിൽ നിന്ന് അടിസ്ഥാനമായിട്ട് നമ്മൾ വ്യത്യസ്തരല്ലേ? പറയൂ നിങ്ങൾ. ഞാനതുകൊണ്ട് പ്രൂഫ് നിങ്ങളോട് പറയുന്നത് 8-ാം അധ്യായം ഗീതയിലെ 3. നിങ്ങളടുത്ത് ഗീതാ പുസ്തകം കൂടി ഉണ്ടാവണം, എന്നാൽ ഈ ഭാഗവതം നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം പലപ്പോഴും നമ്മുടെ ആചാര്യന്മാർ ഭാഗവത കഥയെ കഥാരൂപത്തിൽ ഭക്തിയായിട്ട് അവതരിപ്പിക്കുന്നവരാണ്. കാലം മാറുമ്പോൾ നമ്മൾ കോലം മാറണം. നമുക്കിന്ന് നമ്മൾ കൂടുതൽ ഇതിൻ്റെ അറിവ് വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഭാഗവതം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര കൃതിയല്ല. അത് സർവവേദാന്തസാരം, എല്ലാ വേദത്തിൻ്റെയും സാരമാണ്. അപ്പം നമുക്ക് അടിസ്ഥാനമായി ചില വേദ സത്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ, ഉപനിഷത് സത്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ഭാഗവതം മാഹാത്മ്യം 2-ാം അധ്യായം 65-ാം ശ്ലോകം എടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ കൺവിക്ഷൻ വരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൈൻഡ്ലി ഞാൻ പറയുന്നത് കേൾക്കും. അങ്ങനെ നിങ്ങൾ ബ്ലൈൻഡ്ലി കേൾക്കുന്നവരായി മാറരുത്. നിങ്ങൾക്ക് തന്നെ വ്യക്തത വേണം. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഭാഗവത സപ്താഹം എന്ന് പറയുന്നത് പലപ്പോഴും കഥകളുടെ ഒരു ആവിഷ്കാരമായി മാറുമ്പോൾ എന്താണ് ഭാഗവതം എന്ന് നമുക്ക് തന്നെ പരിചയം ഉണ്ടാവില്ല. കഥ പറയുന്നതാണ് ഭാഗവതം. കാരണം കഥ നമുക്ക് നല്ലവണ്ണം ആളുകളെ ആകർഷിക്കുന്ന വിധത്തിൽ പറഞ്ഞ് കുറച്ച് സമയം അങ്ങോട്ട് എൻഗേജ്ഡ് ആക്കാം. അപ്പം അതാണോ ഭാഗവതം എന്നത് നമ്മൾ തന്നെ വ്യക്തമാവണം. കാരണം നമുക്ക് ഗ്രന്ഥപരിചയമില്ല. പലർക്കും പുസ്തകം നമുക്ക് സംസ്കൃതം ആയതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ചില ശ്ലോകങ്ങളെങ്കിലും മനസ്സിലാക്കണം, അല്ലേ? വേണ്ടേ? അപ്പോൾ ഭാഗവതത്തിലെ ഈ മാഹാത്മ്യത്തിലെ 2-ാം അധ്യായത്തിലെ 65-ാം ശ്ലോകം, ഞാൻ പറയുന്ന ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. കാരണം നിങ്ങളുടെ ഒരു കൺവിക്ഷന് വേണ്ടി. കാരണം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും ഈ ഒരു അറിവിനെ പകരാം.
അപ്പം അവിടെ വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കുന്നത് ഈ ഭാഗവതം ശ്രീമദ് ഭാഗവത കഥാസു തത്കഥം ബോധയിഷ്യസി, അങ്ങനെയാണോ ശ്ലോകം? ആണോ? കാണുന്നുണ്ടോ നിങ്ങൾ? അതിൻ്റെ രണ്ടാമത്തെ വരി നോക്കൂ നിങ്ങൾ, അത് അടിവരയിട്ടേക്കുക. തത്കഥാസു വേദാർത്ഥ എന്നാണ്. തത്കഥാസു, കാണുന്നുണ്ടോ വരികൾ? തത്കഥാസു വേദാർത്ഥ. ഒന്ന് ഉറക്കെ പറയൂ. ശ്ലോകേ ശ്ലോകേ പദേ പദേ. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും എന്തുണ്ട്? വേദത്തിൻ്റെ അർത്ഥമുണ്ട് എന്ന് പറയണം. അപ്പം ഇവിടെ തത് കഥാസു വേദാർത്ഥ എന്ന് പറയുമ്പോൾ തന്നെ ഈ കഥകൾ സ്വതന്ത്രമാണോ? കൂടെ വരണം നിങ്ങൾ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ കഥകൾ പറയാനാണോ ഭാഗവതം പറഞ്ഞത്? അതിൻ്റെ അകത്ത് എന്തുണ്ട്? വേദത്തിൻ്റെ അർത്ഥമുണ്ട്. അപ്പം കഥകളോടൊപ്പം തന്നെ ഏതും പറയണം, വേദത്തിൻ്റെ അർത്ഥവും കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, ഇല്ലേ? തത് കഥാസു വേദാർത്ഥ എന്ന് പറയുമ്പോൾ തന്നെ ഇത് കേവലം ഒരു കഥാപുസ്തകമല്ല എന്നത് സ്പഷ്ടമാണ്. എൻ്റെ വരികളല്ല, എൻ്റെ വ്യാഖ്യാനമല്ല, വ്യാസഭഗവാൻ തൻ്റെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. തത് കഥാസു വേദ അർത്ഥ. അപ്പം ഇതിൻ്റെ അകത്ത് ചില വേദാർത്ഥങ്ങളുണ്ട്. അപ്പം വേദം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ അർത്ഥമെടുക്കേണ്ടത് ഉപനിഷത്തുക്കളെയാണ് ഇവിടെ വേദം എന്ന് പറയുന്നത്. എന്താണ്? അല്ലാതെ സാധാരണ ചൊല്ലുന്ന വേദം മാത്രമല്ല, അത് അതിൻ്റെ ഒരു കർമ്മകാണ്ഡം മാത്രമാണ്. വേദം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? വേദം. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവെന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അറിവ് രണ്ടെണ്ണമുണ്ട്. ഇതൊക്കെ നമ്മൾ ഓർത്തു വയ്ക്കണേ. ദ്വേ വിദ്യേ വേദിതവ്യേ, രണ്ട് വിദ്യകൾ അറിയണം. ഏതൊക്കെയാണ്? ഒന്ന് ഭൗതികമെന്നും രണ്ട് ആത്മീയമെന്നും. അതായത് മനസ്സുകൊണ്ട് അറിയുന്നതിനെ നമ്മൾ ഭൗതികമെന്ന് പറയുന്നു, മനസ്സിനെ അറിയുന്നതിനെ ആത്മീയമെന്ന് പറയുന്നു. ഇപ്പം നിങ്ങൾ എന്തൊക്കെ സബ്ജക്റ്റ് പഠിച്ചോളൂ, അതൊക്കെ മനസ്സുകൊണ്ട് അറിയുന്ന സബ്ജക്റ്റുകളാണ്. നമ്മുടെ മെമ്മറിയിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, അത് നമ്മുടെ മെമ്മറിയിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇപ്പം മെഡിക്കൽ ഡോക്ടറുടെ പ്രൊഫഷനായാലും ശരി, എൻജിനീയറുടെ പ്രൊഫഷനായാലും ശരി, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാലും ശരി, ഒരു ലോയറായാലും ശരി, ഇനി മാനേജ്മെൻറ്റ് എന്ത് പഠിക്കുന്നതായാലും ഇതെല്ലാം മനസ്സുകൊണ്ട് മനസ്സിലാക്കി മെമ്മറൈസ് ചെയ്യുന്നതാണ്. ആണോ അല്ലയോ? അതുകൊണ്ട് അത്തരം വിദ്യാഭ്യാസത്തെ മുഴുവൻ വിളിക്കുന്നതാണ് ഭൗതിക വിദ്യാഭ്യാസം. ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി നോളജ് വിച്ച് യു ആർ അക്യുമുലേറ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ് ത്രൂ മൈൻഡ്, ദാറ്റ് ഈസ് ഭൗതികം. മൈൻഡിനെ കുറിച്ച് പഠിക്കുന്ന വിദ്യാഭ്യാസമാണ്. കൂടെ വരണം നിങ്ങൾ. മനസ്സിനെ മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പേരാണ്, വിദ്യയുടെ പേരാണ് ആത്മീയം. അപ്പം രണ്ട് വിദ്യകളും ഇല്ലേ ഇവിടെ? ഉണ്ടോ? ഭൗതികവുമുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രൊഫഷണൽ സെൻ്ററിലൊക്കെ പഠിക്കുന്നതെല്ലാം ഏത് വിദ്യയാണ്? ഏത് പഠിക്കുന്നില്ല? ആത്മീയത പഠിക്കില്ല. അതുകൊണ്ട് മനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്നത് നമ്മളാരും പഠിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ട്രാപ്പിൽ ചെന്നപ്പെട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺഫ്യൂഷനിൽ പെട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചലഞ്ചിൽപ്പെട്ട് ആകെ ഷാറ്റഡായി പിന്നെ സൂയിസൈഡിന്. അതുകൊണ്ടാണല്ലോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് ഫൂളിഷ്ലി ജീവിതം കൊണ്ട് തീർക്കുന്നത്. IIT പഠിക്കുന്നവർ തീർക്കുന്നില്ലേ ജീവിതം? അവർക്ക് എന്താ, ബുദ്ധിക്ക് എന്താ കുറവുണ്ടോ? ഇന്ന് മെഡിക്കൽ ഡോക്ടേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നില്ലേ? പ്രൊഫഷണൽ ആളുകൾ സൂയിസൈഡ്. കഴിഞ്ഞ ദിവസമാണ് കലൂരിലെ ഒരു SI പോയി തൂങ്ങി മരിച്ചത്. ഇങ്ങനെ ഡെയിലി നമ്മൾ പത്രത്തിൽ വായിക്കുന്നതൊക്കെ എഡ്യൂക്കേറ്റഡ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു, അരുണാചൽ പ്രദേശ് 2 ഡോക്ടർമാരാണ് സൂയിസൈഡ് ചെയ്തത്, ഒരു ടീച്ചറും പോയിട്ട്. കണ്ടില്ലേ നിങ്ങൾ? പത്രത്തിൽ വായിക്കുന്നില്ലേ? ഇവർക്ക് എന്താ നോളജിന് എന്ത് കുറവാണുള്ളത്? ഇവർക്കൊക്കെ ഇല്ലാത്തത് എന്താ വെച്ചാൽ ചില മെൻ്റൽ ക്ലാരിറ്റി. അവരവരെ കുറിച്ച് അവരൊക്കെ പറയൂ നിങ്ങൾ, അതില്ല. മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വിദ്യ അവർക്ക് ഇല്ല. അപ്പം മനസ്സിനെ കുറിച്ചുള്ളൊരു അറിവിൻ്റെ പേരാണ് അവർക്ക് പറയൂ. അപ്പം രണ്ട് വിദ്യകളുണ്ട്. അപ്പം ഇവിടെ ആത്മീയ വിദ്യയാണ് നമ്മുടെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാഗവതം എന്ന് പറയുന്നത്, ഹിന്ദുമതം എന്ന് പറയുന്നത് ആത്മീയ വിദ്യയുടെ മതമാണ്. എന്താണ്? ആത്മീയ വിദ്യയുടെ മതമാണ് ഏത്? ഹിന്ദുമതം.
അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വരികയാണ്. അപ്പം ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിദ്യ നമ്മളെ കൊണ്ടുപോകുന്നത് മനുഷ്യനെ കൂടുതൽ മനസ്സിലാക്കി തരുന്ന ആ ഒരു തലത്തിലേക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് ആദ്യം നമ്മളെ പഠിപ്പിക്കുന്ന വിദ്യയുടെ പേരാണ് സാംഖ്യയോഗം. എന്താണ്? സാംഖ്യ ഫിലോസഫി എന്നാണ്. അപ്പം സാംഖ്യയോഗം ഹിന്ദുമതത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് ആദ്യം പഠിക്കേണ്ടതാണ് ഏത്? സാംഖ്യയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാംഖ്യയോഗമാണ് കൃഷ്ണൻ ഗീതയിൽ തുടങ്ങുന്നത്. 2nd ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാം. 2nd ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുമ്പോൾ കൃഷ്ണൻ പറയുന്നത് എന്താണ്? ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായം യോഗശാസ്ത്രേ സാംഖ്യയോഗോ നാമ എന്നാണ് 2nd ചാപ്റ്ററിന് പേരിട്ടിരിക്കുന്നത്. എന്താണ്? സാംഖ്യയോഗം. ഈ സാംഖ്യയോഗം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നാളെ വരുന്നുണ്ട്. എവിടെ? സാംഖ്യയോഗത്തിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് കപില വാസുദേവനാണ്. ആരാണ്? നാളെ നമ്മൾ സാംഖ്യ ഫിലോസഫി നാളെ നമ്മൾ കാണുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം നാളെ. അപ്പം നാളെ ആ ഭാഗങ്ങൾ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാനിന്ന് അതിൽ അങ്ങോട്ട് കടക്കുന്നില്ല. എങ്കിലും ചില ബേസിക് സ്ട്രക്ചർ നമ്മൾ സാംഖ്യയോഗത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, സാംഖ്യയോഗം എന്ന് പറയുന്നത് സംഖ്യ, ആ വാക്ക് തന്നെ സാംഖ്യയോഗത്തിൽ എന്തുണ്ട്? ഒരു സംഖ്യയുണ്ട്. ഇപ്പം ഇവിടെ സംഖ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാത്സിനെ അല്ല, നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി പഠിക്കുക, വേർപ്പെടുത്തി പഠിക്കുക. ഇപ്പോൾ 1, 2 എന്ന് പഠിക്കുന്ന പോലെ നമ്മൾ ഓരോന്ന് കണ്ട് എണ്ണി പഠിക്കുക. എന്താണ്? ഒന്നൊന്നായി എണ്ണി എന്ന് നാരായണ ഗുരുദേവൻ പറയുന്നത് ഈ സാംഖ്യയോഗത്തിൻ്റെ ശബ്ദത്തെ എടുത്തുകൊണ്ടാണ്. തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എന്താണ് ഇവിടെ സംഖ്യ എന്നത്? ഇപ്പം നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ കാണുന്നു. അതിൽ പിന്നെ പഞ്ചഭൂതം, പഞ്ചേന്ദ്രിയം, അങ്ങനെ എണ്ണി പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇത്രയും നിങ്ങളുടെ ഉള്ളിൽ അറിയണം. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് 2 ശരീരമുണ്ട്. എത്ര ശരീരം? 2 ശരീരം. 2 ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്വഭാവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതല്ലാണ്ട് പലരും പറയല്ലേ, ഇപ്പം കാണുന്ന പോലെ നല്ലട്ടോ സ്വാമി മനുഷ്യന്ന്. ഇയാളുടെ സ്വഭാവം വീട്ടിലെത്തിയാൽ നിങ്ങളൊന്നും പറയാറില്ലേ? അത് മിക്കവാറും സ്ത്രീകൾ ഭർത്താവിനെ കുറിച്ച് പറയുന്നൊരു കാര്യമാണത്. നിങ്ങളോടൊന്നും പെരുമാറുന്ന പോലെയല്ല ഈ മനുഷ്യൻ്റെ തനി സ്വഭാവം. വീട്ടിലെത്തിയാൽ ആളുടെ മട്ടും ഭാവമൊക്കെ ഒന്ന് വേറെയാണ്. ഇവിടെ വലിയ ഇതായിട്ടൊക്കെ നിൽക്കും ആള് എന്ന് പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും 2 ശരീരമുണ്ട്. ഏതാ 2 ശരീരം? ഒന്ന് സ്ഥൂല ശരീരവും 2 സൂക്ഷ്മ ശരീരവും. എന്താ ഒന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ മനസ്സ്, പ്രാണൻ, ഈ ചേർന്നിരിക്കുന്ന സംഘാതത്തെ, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടൊരിക്കലും കാണാൻ പറ്റാത്ത മനസ്സ്, പ്രാണൻ, ബോധം തുടങ്ങിയിട്ടുള്ള ഈ സംഘാതത്തെയാണ് നമ്മൾ എന്താ പറയുക? സൂക്ഷ്മ ശരീരം. കാണാൻ പറ്റുന്ന ശരീരത്തെയാണ് സ്ഥൂല ശരീരം. അപ്പം സൂക്ഷ്മ ശരീരമായ മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമാണ് ഏത്? കൂടെ വന്നില്ല നിങ്ങൾ? സൂക്ഷ്മ ശരീരമായ മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമാണ് അവർക്ക് പറയൂ, സ്ഥൂല ശരീരം. അപ്പം കാണണം എന്ന് ആഗ്രഹിക്കുന്നത് കണ്ണല്ല, കാഴ്ച എന്ന അനുഭവം ഉണ്ടാവുന്നത് കണ്ണിലല്ല. എവിടെയാണ്? മനസ്സിലാണ്. കേൾക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണല്ലോ മ്യൂസിക്കൊക്കെ കാതിൻ്റെ ഉള്ളിൽ 2 എടുത്ത് കുത്തുന്നത്. അത് ആഗ്രഹിക്കുന്നത് മനസ്സാണ്. രുചിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പറയൂ മനസ്സാണ്. അപ്പം വെള്ളം ദാഹിക്കുന്നു, കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മനസ്സാണ്. അപ്പം മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ചിന്തകളെ പ്രവർത്തിക്കാനും അതിനെ അനുഭവപ്പെടുത്തുവാനൊക്കെ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ഉപാധി, ഉപകരണമാണ് ഏത്? അവർക്ക് പറയൂ, സ്ഥൂല ശരീരം. നിങ്ങൾ നോക്കൂ, മനസ്സെന്നൊരു സാധനമില്ലെങ്കിൽ ഈ ശരീരം ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ശരീരത്തെക്കുറിച്ചായിരുന്നോ മനസ്സിനെക്കുറിച്ചായിരുന്നോ? ഇതിനെക്കുറിച്ചാണ്. കാരണം ശരീരം എന്നത് കേവലം മനസ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള
ഒരു ഉപാധിയാണ്, ഉപകരണമാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടിയിരുന്നത് മനസ്സിനെ കുറിച്ചാണ്. എന്നാൽ നമ്മുടെ ഹോൾ സിസ്റ്റം സയൻസ് ഏതിനെ ഇഗ്നോർ ചെയ്തു? നമുക്ക് എന്തറിയാം മനസ്സിനെ കുറിച്ച്? ഒരു ചുക്കും അറിയില്ല. വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ സാങ്ക്യം എന്ന് പറഞ്ഞാൽ രണ്ട്. ഒന്നാമത്തത് രണ്ട്. എന്താണ് ഒന്നാമത്തത്? സ്ഥൂല ശരീരവും രണ്ടാമത്തത് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരമായ ഈ മനസ്സ്, അതിനെക്കുറിച്ച് എന്തിനാ പഠിക്കുന്നത്? കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം, ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം നിലനിൽക്കുന്നത് എവിടെയാ? ഞാൻ എവിടെയാ നിലനിൽക്കുന്നത്? ഇപ്പം നമുക്ക് ഉത്തരമില്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്കത് ഉറപ്പ് വരുന്നില്ല, നമ്മളത് പഠിച്ചിട്ടില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനെന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ചെറുപ്പത്തിലെ ആണായിട്ടും പെണ്ണായിട്ടും അങ്ങനെ വളർന്ന് അച്ഛനായിട്ടും അമ്മയായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായി നമ്മൾ ഈ സ്ഥൂല ശരീരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ ഞാനെന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരമായ മനസ്സാണ്, മനസ്സംഘാതമാണ്. ഞാനെന്ന് പറയുന്നത് ആരാണ്? സൂക്ഷ്മ ശരീരമായ ഉറക്കെ പറയൂ നിങ്ങൾ, മനസ്സാണ്. അതെങ്ങനെ മനസ്സിലായി? മനസ്സുണർന്നാലേ ഞാനുള്ളൂ. മനസ്സുണർന്നില്ലെങ്കിൽ ഉറക്കെ പറയൂ നിങ്ങൾ, ഞാനുണ്ടോ? നമ്മളുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക വാക്ക്? അദ്ദേഹം അല്ലെങ്കിൽ അവര് നമ്മളെ ഉറക്കെ പറയൂ വിട്ടുപോയി. എന്നാ ആ വ്യക്തി വിട്ടുപോയത് വ്യക്തിയല്ലല്ലോ, വിട്ടുപോയത് ആ വ്യക്തിയിലെ ഒരു ശക്തിയാണ് വിട്ടുപോയത്. അപ്പൊ ആ ശക്തി വ്യക്തിയാണോ വ്യക്തിത്വമാണോ? ഈ വാക്കുകളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്ന, അല്ലേ, അയാളുടെ ആ ശക്തി എന്ന് പറയുന്നത്, അയാൾ വിട്ടുപോയാൽ, ആ ശക്തി വിട്ടുപോയാൽ പിന്നെ ആളാ ശരീരത്തിൽ ഇല്ല. അപ്പം നമ്മളെന്ന് പറയുന്നത് ഈ സ്ഥൂല ശരീരമല്ല, നമ്മളെന്ന് പറയുന്നത് ഉറക്കെ പറയൂ സൂക്ഷ്മ ശരീരമാണ്. ആ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെക്കുറിച്ച് പഠിക്കലാണ്. അവനവനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതില്ലേ? വേണോ വേണ്ടയോ? എന്താണ് അവനവനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? മരിക്കുന്നത് വരെ നമുക്കിവിടെ ജീവിക്കണം, വേണ്ടേ? വേണോ? അപ്പം മരിക്കുന്നത് വരെ ഇവിടെ ജീവിക്കാൻ എങ്ങനെ ജീവിക്കണം? ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. ഇങ്ങനെ ജീവിക്കണം. അപ്പം നമുക്ക് ജീവിതത്തിൽ സന്തോഷം വേണം, സ്നേഹം വേണം, സംതൃപ്തി വേണം, പ്രയാസങ്ങളെ നേരിടാൻ മനോധൈര്യം വേണം, വേണ്ടേ? ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടതെന്ന് നമ്മൾ കുട്ടികളെ പോലും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മളെന്താ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച്? നമ്മുടെയൊക്കെ ഒരു അറിവെന്ന് പറയുന്നത് ട്യൂഷന് പോകണം, പഠിക്കണം, കുറേ എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായി എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണം. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ജോലി നേടി വേണ്ടത്ര ശമ്പളം കിട്ടിയാലും മനുഷ്യൻ തൃപ്തനാണോ? അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ? അതുകൊണ്ട് അവന് നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റുമോ? പറയൂ, നിങ്ങൾ തുറന്നു പറയൂ, ഉറക്കെ പറയൂ. ഇല്ല. അപ്പം ഇതൊന്നും മനുഷ്യന് സാധിക്കാത്തതിൻ്റെ കാരണം പണം കൊണ്ടോ അധികാരം കൊണ്ടോ അല്ലെങ്കിൽ കുറേ വിദ്യാഭ്യാസം കൊണ്ടോ മനസ്സിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ, സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ ചില ആളുകൾ പ്രൊഫഷനൊക്കെ വിട്ടിട്ട് അവസാനം വേറെ മേഖലകളിലേക്കൊക്കെ പോകുന്നത്. കുറേ കാലം ഒരു ജോലി ചെയ്തു, പിന്നെ അതെല്ലാം വിട്ടു, ഇതിലൊന്നും എനിക്കൊരു സന്തോഷമില്ല, സംതൃപ്തിയില്ല, ഉണ്ടോ? അവസാനം ബോറടിച്ച് മടുത്ത് ജീവിതം രാജിവെച്ച് പോകുന്നവരില്ലേ? അപ്പം അവരത് എൻജോയ് ചെയ്യുന്നില്ലല്ലോ. കുടുംബജീവിതം സന്തോഷം ഇല്ലാത്തത് കൊണ്ട് ഡൈവേഴ്സ് ചെയ്ത് പോകുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ഇന്ന് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ കൊണ്ട് മുഴുവൻ സാധിക്കുമോ എന്നെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ എന്താ ഒരു മാർഗം എന്നുള്ളത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ഹിന്ദു റിലീജിയൻ മുഴുവൻ അതിൻ്റെ ഒരു റൂട്ടിൽ നിന്ന് തെന്നിപ്പോയി. കാരണം ഒരു എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ഹിന്ദു സിസ്റ്റത്തിന് സാധിച്ചില്ല. എല്ലാവരും എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ
എല്ലാ കാര്യങ്ങളും ആര് ചെയ്തു തരും? ദൈവം നടത്തി തരുന്നതാണ്. പിന്നെ അനുഭവങ്ങളെ കൊണ്ട് മനസ്സിലാക്കുകയാണ് നമ്മൾ. ഒരു ദൈവത്തിനും ജീവിതത്തിൽ വരാൻ പോകുന്നതിന് തടുക്കാനോ മാറ്റിമറിക്കാനോ മനുഷ്യനത് സഹിക്കണം, നേരിടണം. അതുകൊണ്ടാണ് കുറേ പേര് എത്തിക്സുകളായി മാറിയത്. കാരണം അവർക്കിതിലൊന്നും വിശ്വാസമില്ലാത്തവരായി. എന്തുകൊണ്ടാണ് അവർ വിശ്വാസം നഷ്ടപ്പെട്ടത്? കാരണം ഒരു കൂട്ടർ അന്ധമായി വിശ്വസിക്കുകയാണ് ഒരു ദൈവത്തിനും ഇത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? സാധ്യമല്ല. വരാനുള്ളതൊക്കെ വഴി തങ്ങില്ല, എല്ലാം വരേണ്ടത് വന്നിരിക്കും. അപ്പം ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ കേവലം അന്ധമായ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? മനസ്സിനെ ഒരു പ്രാർത്ഥന കൊണ്ട് മനസ്സിനെ അത് നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രാപ്തമാക്കാൻ പറ്റുമോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? പറ്റുമോ ഇല്ലയോ? അപ്പം അതിനെന്താ വഴി? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ പ്രാർത്ഥനയല്ലേ ഭൂരിപക്ഷ ആളുകൾക്കുള്ളത്. അതിനെന്താ ഒരു വഴിയുള്ളത്? അവിടെയാണ് നമുക്ക് സത്സംഗം എന്ന് പറയുന്നത്. എന്താണ് സത്സംഗം? അതുപോലെ സാധന, രണ്ട് കാര്യങ്ങളാണ്. ഹിന്ദു മതത്തിൻ്റെ ഈ രണ്ട് റൂട്ടുകൾ. സത്സംഗം എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ മനസ്സിലാക്കുന്ന, തന്നെ കൂടുതൽ അറിയുന്ന, തന്നെ കൂടുതൽ എന്താണ് ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്ന പഠനങ്ങളെയാണ് എന്തു പറയുക? സത്സംഗം. ഇനി എന്ത് വേണം? തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി തൻ്റെ സാധ്യതകളിലേക്ക്, തൻ്റെ ശക്തിയിലേക്ക് മനസ്സിനെ ഉയർത്താൻ താൻ എടുക്കുന്ന പരിശീലനങ്ങളെയാണ് സാധന എന്ന് പറയും. ഈ രണ്ട് വാക്കുകളും നമുക്ക് വളരെ പ്രധാനമാണ്. ഏതൊക്കെ? സത്സംഗവും സാധനയും. ഇന്ന് ഹിന്ദുമതത്തിൽ അതില്ല. ഹിന്ദുമതത്തിൽ മുഴുവൻ പ്രാർത്ഥനയാണ്, തൊഴുതുപോവലാണ്. ആര് പറഞ്ഞു തൊഴുതുപോവലാണ് ഹിന്ദുമതം എന്ന്? ആര് പറഞ്ഞു പ്രാർത്ഥിക്കലാണ് ഹിന്ദുമതം എന്ന്? അതുകൊണ്ട് നമ്മൾ മുഴുവൻ റൂട്ട് തെറ്റിപ്പോയി, കംപ്ലീറ്റ് റൂട്ട് തെറ്റിയിട്ട് വളർന്നു. അപ്പം അതിനൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. വേണ്ടേ? കൃഷ്ണൻ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഗുരുക്കന്മാരെന്താണോ പറഞ്ഞത്, ആ റൂട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അതോ ഇന്ന് കാണുന്ന ഈ ഓട്ടത്തിൽ ഓടണമെന്നാണോ ആഗ്രഹം? പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കൃഷ്ണൻ പറഞ്ഞ റൂട്ടിലൂടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? അതേപോലെ ഗുരുക്കന്മാർ പറഞ്ഞ റൂട്ടിലൂടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാം. ഈ തൊഴുതു പോകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരിൽ ഉള്ളിലൊരു സംതൃപ്തിയും മനോധൈര്യവും ഒരു ഈശ്വരപ്രാപ്തിയുടെ ഒരു ഭഗവാനെ കണ്ടു അല്ലെങ്കിൽ ഭഗവാനെ അറിഞ്ഞു, ഈ കൃതാർത്ഥത ഉള്ളവരാണോ അവർ? സത്യം പറയൂ. നിങ്ങളെ കണ്ടിടത്തോളം തൊഴുതു പോകുന്ന ആളുകളെയൊക്കെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ ആർ ദേ റിയലി ഹാപ്പി മെൻ്റലി? ഉറക്കെ പറയൂ, അല്ല. എന്നാൽ കൃഷ്ണൻ പറഞ്ഞ റൂട്ടിലൂടെ നമ്മൾ പോയാൽ കൃഷ്ണൻ പറയുന്നു, നിങ്ങൾക്ക് എന്നെ അനുഭവിക്കാൻ, പ്രാപിക്കാൻ സാധിക്കും. മയ്യേവ പ്രവിലീയതേന. എന്താണ് മയ്യേവ പ്രവിലീയതേ എന്ന് പറഞ്ഞാൽ എന്നിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ആ വാക്കുകളൊക്കെ മനസ്സിലായില്ല. എന്നിൽ തന്നെ, അതായത് നിങ്ങൾ ഗീതാ പുസ്തകം എടുക്കുക, അതിൽ 11-ാമത് അധ്യായത്തിൽ 54-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു, ഗീതയിൽ 11-ാം അധ്യായത്തിൽ 54-ാം ശ്ലോകം, ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിദോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ആരാണോ എന്നെ ഭക്തിയ, ഏത് ഭക്തി? അനന്യയാ ഭക്തിയ. അതൊക്കെ എന്താ നമുക്ക് പിന്നീട് പഠിക്കാം. അനന്യഭക്തി. ഇപ്രകാരം അങ്ങനെ ഒരു ഭക്തിയുണ്ട്. ഏത് ഭക്തി? അതാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന ഭക്തി ഏതല്ല? അനന്യഭക്തിയല്ല. അപ്പം അനന്യഭക്തിയിലൂടെ റൂട്ടിലൂടെ ഒരാൾ പോകുന്നുവെങ്കിൽ മാം തത്വേന ദൃഷ്ടും, എന്നെ താത്വികമായി ദൃഷ്ടും എന്ന് പറഞ്ഞാൽ ദൃഷ്ടും കാണാൻ സാധിക്കും. തത്വേന ദൃഷ്ടും ജ്ഞാതും ദ്രഷ്ടും പ്രവേഷ്ടും. ഈ 3 വാക്കുകൾ നിങ്ങളൊന്ന് ആവർത്തിക്കണം. ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും. പറയൂ. ജ്ഞാതും
ദ്രഷ്ടും പ്രവേഷ്ടും. ഒന്ന് ആവർത്തിക്കൂ. എന്തൊക്കെയാണ് ഈ ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും എന്ന് പറഞ്ഞാൽ? അനന്യഭക്തിയുടെ റൂട്ടിലൂടെ പോയാൽ ജ്ഞാതും എന്ന് പറഞ്ഞാൽ ഭഗവാനെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ പറ്റും. വ്യക്തമായി അറിയാൻ പറ്റും ആരാണ് കൃഷ്ണൻ എന്ന കാര്യത്തിൽ സംശയമില്ലാതെ, കിഞ്ചിസ് സംശയം, കിഞ്ചിസ് ഡൗട്ട്, ഒരു ഇംഗ്ലീഷിൽ പറയും അയോട്ട ഓഫ് ഡൗട്ട്, ഒരു സ്പാർക്ക് ഓഫ് ഡൗട്ട് ഇല്ലാതെ നമുക്ക് ഭഗവാനെ നമുക്ക് പ്രോപ്പർലി അറിയാൻ പറ്റും. ജ്ഞാതും ദൃഷ്ടും എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടല്ല, തത്വേന. എങ്ങനെ? താത്വികമായി കൃഷ്ണനെ കാണാൻ പറ്റും. ഏത് രൂപത്തിൽ? ഇപ്പം നമ്മൾ വിഗ്രഹ രൂപത്തിലാണ് കാണുന്നത്. ഇത് ഏത് രൂപത്തിൽ? കൂടെ വരണം നിങ്ങൾ, ആ വാക്ക് റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾ. ഏത് രൂപത്തിൽ? തത്വേന ദൃഷ്ടും. ഒന്ന് പറയൂ. താത്വികമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അവസാനം അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, മാം പ്രവേഷ്ടും എന്നാണ്. നിങ്ങൾക്ക് എന്നിലേക്ക് പ്രവേഷ്ടും. പ്രവേഷ്ടും എന്ന് പറഞ്ഞാൽ നമ്മളും ഭഗവാനും എല്ലാം ഒന്നായി. സാധാരണ ഭക്തന്മാർക്ക് ഇത് സംഭവിക്കുന്നുണ്ടോ? സാധാരണ ഒരു ഭക്തന് ഇത് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ആ റൂട്ടിൽ പോകണോ ഈ റൂട്ടിൽ പോകണോ? ഏത് റൂട്ടിലാണ് പോകേണ്ടത് ആദ്യം തീരുമാനിക്കും നിങ്ങൾ. ഇപ്പം നമ്മുടെ ഈ ഗൂഗിൾ മാപ്പിലുണ്ടല്ലോ, നമ്മുടെ ഇവിടെ അത് വന്നിട്ടില്ല, എന്നാലും ഉണ്ട്. ഈ ചില സമയത്ത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഓപ്ഷൻസ് തരും. ഓപ്ഷൻസ് പറഞ്ഞാൽ ഹൈവേ ടോൾ റോഡുണ്ട്, ചിലപ്പം ടോൾ ഇല്ലാത്ത റോഡുണ്ടാവും, ചിലപ്പം കൺട്രി റോഡുകളുണ്ടാവും. ഇതൊക്കെ ഓപ്ഷൻസ് തരും. ഈ ഓപ്ഷൻസ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടിലൂടെ വണ്ടി നമ്മളെ കൊണ്ടുപോകും. മനസ്സിലാവുണ്ടല്ലോ? ഇതുപോലെ നമുക്ക് ഓപ്ഷൻ തരിക. തൊഴുതു പോകുന്ന ഓപ്ഷനും ഉണ്ട്. ദൃഷ്ടും ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും. വാക്കൊന്നുകൂടി പറയും, ഒന്ന് ഉറപ്പിച്ചു പറയും. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളുടെ തലയിൽ ഇത് നിൽക്കണം. അടുത്ത ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു മറന്നു പോകരുത്. മനസ്സിലായില്ലേ? ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും. എന്താണ്? ആ റൂട്ടിലൂടെ പോകണം. ഏത് റൂട്ടിലൂടെ പോകണം? മറ്റത് മാന്തും ചൊറിയും അവസാനം പഴിക്കും. അപ്പോൾ ഈ ചൊറി പറയുന്ന, പഴി പറയുന്ന, കുറ്റപ്പെടുത്തുന്ന, പ്രാക്ക് പറയുന്ന, വിഷമം പറയുന്ന, വേദന പറയും, ആ റോഡ് വേണോ ഈ റോഡ് വേണോ? ഏത് വേണം? അപ്പം ഇങ്ങനെ രണ്ട് റോഡുകളുണ്ട് ഭക്തിയുടെ. അപ്പം ഭഗവാൻ പറയുന്ന പാതയിലൂടെ നമ്മൾ പോകണമെങ്കിൽ നമ്മളുടെ കുറച്ചൊരു പണിയുണ്ട്. എന്താ പണി? ആദ്യം ജ്ഞാതും എന്നാ കൃഷ്ണൻ പറഞ്ഞത്. എന്താണ്? അറിവിലൂടെ മാത്രമേ ഈ പാതയിലൂടെ പോവാൻ. ഇപ്പം മെനക്കെടലുണ്ട്. ഇത് എളുപ്പമല്ല. കാരണം ഇത് വേണ്ട രീതിയിൽ അറിയേണ്ടതുണ്ട്, ഇത് പഠിക്കേണ്ടതുണ്ട്, ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദു ഭൂരിപക്ഷത്തിനും അങ്ങനെ ഒരു ജ്ഞാതും എന്നുള്ളൊരു സമ്പ്രദായം ഇല്ല. ഭൂരിപക്ഷം എന്താണ്? ഈ പശുക്കളെ ഒരു 10-25 പശുക്കളുണ്ടെങ്കിൽ അതിനെ അഴിച്ചുവിട്ടാൽ എന്താ സംഭവിക്കുക? എല്ലാം ഒരൊറ്റ ഓട്ടം ഓടും. ഇതുപോലെയാണ് അമ്പലത്തിൽ നോക്കൂ, അഴിച്ചുവിട്ട പശുക്കൾ പോലെയാണ്. ആ ഗേറ്റ് ഇങ്ങോട്ട് തുറക്കേണ്ട താമസം. ഈ ആലയിലെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? പശുവിൻ്റെ ആലയിലെ ഗേറ്റ് തുറന്നാൽ എന്താ സംഭവിക്കുക? പശുക്കളെല്ലാം പുറത്തേക്ക്. അത് ഇപ്പോഴത്തെ പശുക്കളാണെങ്കിൽ അങ്ങനെ പുറത്തു പോയില്ല. കാരണം കെട്ടിയിട്ട് ശീലിച്ചത് അവരറിയില്ല കൊണ്ട് പുറത്തു പോകണം. ഡെയിലി നിങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് കാലത്ത് പശുവിനെ വളർത്തുമ്പോൾ പുറത്ത് കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ പശുവിനെ പുറത്തേക്ക് ഇറക്കിയാൽ അതിൻ്റെ കുട്ടി, ആ കുട്ടി അമ്മയുടെ കൂടെ പുറത്തേക്ക് പോകുന്ന പോലെ ഈ അമ്പലത്തിൽ അവിടെ ഇങ്ങനെ കുറേ അഴികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പശുക്കളും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, എല്ലാം ഒരു 90% നമ്മുടെ ഹിന്ദു സമൂഹം ഒരു ബ്ലൈൻഡ് ഭക്തിയിൽ ജീവിക്കുന്നവരാണ്. ഒരു മുമ്പേ ഗമിച്ചീടിന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം. കൃഷ്ണൻ പറഞ്ഞ റൂട്ടിലേയല്ല നമ്മൾ പോകുന്നത്. കൃഷ്ണൻ അനന്യഭക്തിയെക്കുറിച്ച് പറയണോ, നമ്മൾ വേറെ റൂട്ടിൽ പോകുന്നു, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള. അതുകൊണ്ടാണ് ഭഗവാൻ എടുത്തു പറഞ്ഞത്. ഗീതയിലെ 2 ശ്ലോകം കൂടി നമുക്ക് എടുത്തിട്ട് ഞാനിന്ന് നിർത്തും. 2 ശ്ലോകങ്ങൾ
നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടത് 16-ാം അധ്യായം അവസാനത്തെ 2 ശ്ലോകങ്ങൾ. അതായത് ഇപ്പം നമ്മൾ പോകുന്ന ഭക്തിയിൽ നമ്മളെ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അതെത്രമാത്രം തെറ്റാണ് നമ്മളത് മനസ്സിലാക്കൂ. എല്ലാവരും തൊഴുതു പോകുന്നു. ഇപ്പം നമുക്ക് വെക്കേഷൻ എല്ലാവരും കുട്ടികളെ തൊഴിപ്പിച്ച് കൊണ്ടുപോകണം. ആ തൊഴിപ്പിച്ച് കൊണ്ടുപോകുന്നതിലല്ല തെറ്റ്. പക്ഷെ വെൻ യു ആർ സ്റ്റോപ്പിംഗ് ദെയർ യു ആർ കമ്മിറ്റിംഗ് ബിഗ് മിസ്റ്റേക്ക്. നിങ്ങൾ ആ ഒരു കുട്ടിയെ പിന്നെ ഒരിക്കലും ആ ഒരു ബ്ലൈൻഡ് ബിലീഫിൽ നിന്ന് പുറത്ത് കടക്കാൻ സമ്മതിക്കില്ല. അപ്പം നമുക്ക് ഈ തൊഴുതു പോകുന്നതോടൊപ്പം തന്നെ കുട്ടികളിൽ ചിലത് പഠിപ്പിക്കണം. അതെന്താണ്? ആ ഗീതയിലെ 2 വരികൾ ഞാൻ ചൊല്ലും, നിങ്ങളെ ഏറ്റു ചൊല്ലണം. കാരണം ഇത് പഠിക്കേണ്ട വരികളാണ്. നമ്മളെ ഹിന്ദുക്കൾ ശരിക്കും ഉൾക്കൊള്ളേണ്ട. നിങ്ങൾ കൃഷ്ണനെ ഭജിക്കുന്നുവെങ്കിൽ, കൃഷ്ണനോട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ജസ്റ്റ് ലിസൺ ടു ഹിം. നിങ്ങൾ കൃഷ്ണനിൽ അത്ര ഭക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നവരല്ല, നിങ്ങളൊരു ബിംബത്തെ ഭജിക്കുന്നവരാണ്, നിങ്ങളൊരു കല്ലിനെ ആരാധിക്കുന്നവർ, നിങ്ങൾ കൃഷ്ണനെ ആരാധിക്കുന്നവരല്ല. കാരണം കൃഷ്ണനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കണം, അല്ലേ? ആണോ അല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? മറ്റേതൊരു വെറും വിഗ്രഹത്തിൻ്റെ ആരാധകരാണ്. അപ്പം കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു, യശാസ്ത്രവിധിം ഉത്സൃജ്യ. ഒന്ന് എല്ലാവരും ഉറക്കെ ചൊല്ലു അതൊന്ന്. ഈ 2 ശ്ലോകങ്ങൾ അത്ര ഗംഭീരമാണ്. യശാസ്ത്രവിധിം ഉത്സൃജ്യ. ഇത് വായിക്കുമ്പോൾ അർത്ഥമാവുന്നവർ എത്ര പേരുണ്ട്? വായിക്കുന്ന സമയത്ത് തന്നെ അർത്ഥം മനസ്സിലാവുന്നവർ എത്ര പേര്? വളരെ കുറവാണ്. യശാസ്ത്രവിധിം ഉത്സൃജ്യ. ഒന്നുകൂടി ഉറക്കെ ഒന്ന് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല. യശാസ്ത്രവിധിം ഉത്സൃജ്യ. ഇപ്പൊ ശാസ്ത്രത്തിൽ വിധിച്ചതിനെ, ശാസ്ത്രത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളതിനെ ഉത്സൃജ്യ. ഉത്സൃജ്യ എന്ന് പറഞ്ഞാൽ വിസർജ്യ. അത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, വിസർജനം. അപ്പം നമ്മൾ കളയുന്നു എന്ന് പറഞ്ഞ പോലെ ശാസ്ത്രത്തിൽ പറഞ്ഞതിനെ നമ്മൾ ഉത്സൃജ്യ എന്ന് പറഞ്ഞാൽ വിട്ടുകൊണ്ട്, അതിനെ മനസ്സിലാക്കാതെ. അടുത്ത വരി, യശാസ്ത്രവിധിം ഉത്സൃജ്യ. പോരാ, എനിക്ക് നിങ്ങളുടെ ഒരു റിട്ടേൺ പോരാ, അങ്ങോട്ട് ഒരു ഊർജത്തിൽ പറയുന്നില്ല. യശാസ്ത്രവിധിം ഉത്സൃജ്യ വർത്തതേ കാമകാരത. വർത്തതേ കാമകാരത, കാമത്താൽ കാരണമായി, അല്ലെ അതിൻ്റെ കാരണത്താൽ എന്ന് പറഞ്ഞാൽ കാമകാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ കാമം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഒരു സന്ദർഭോചിത അർത്ഥം എടുക്കണം. ഇവിടെ കാമം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പുരുഷ കാമങ്ങളല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഒരു ചില പ്രേരണകൾ. ഇപ്പം ചില പ്രേരണകളുടെ കാരണത്താൽ ആളുകൾ ശാസ്ത്രവിധി മനസ്സിലാക്കാതെ ആരോ ചെയ്യുന്നതിൻ്റെ പിന്നാലെ നമ്മളും ചെയ്യുന്നു ഓരോ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ മറ്റുള്ളവരനുഷ്ഠിക്കുന്നതിനെ നമ്മളും ഒരു ഇഷ്ടം കൊണ്ട് നമ്മളും അമ്പലത്തിൽ പോകണം, കൃഷ്ണനോടൊരു ഭക്തി ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഭക്തിയല്ല, അതൊരു പ്രേരണ മാത്രം. ഉള്ളിലൊരു പ്രേരണ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അന്ധമായി അനുകരിക്കുന്നെങ്കിൽ, ഏത് മനസ്സിലാക്കാതെ ശാസ്ത്രം മനസ്സിലാക്കാതെ നിങ്ങൾ അന്ധമായി മറ്റുള്ളവരെ പിന്തുടരുന്നു എങ്കിൽ, അടുത്ത വരി, നജസിദ്ധിം അവാപ്നോതി. ഉറക്കെ നജസിദ്ധിം അവാപ്നോതി. നജസിദ്ധിം അവാപ്നോതി. അവർക്കൊരു സിദ്ധി, ഒരു ഐശ്വര്യവും, സിദ്ധികൾ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, അവർക്കൊരു ഐശ്വര്യവും ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ബ്ലൈൻഡ്ലി തൊഴുതു പോകുന്നവർക്ക് എന്തേ പറ്റിയത്? അവർക്ക് എന്തോ ഒരു കുറവ് അവർക്ക് പറ്റിയത്. അത് തന്നെ ഉറക്കെ പറയൂ, കൂടെ വരുന്നില്ലേ നിങ്ങൾ? ഒരു പോയിന്റാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവർക്ക് പറ്റിയത്? ഉറക്കെ പറയൂ. അവർ ശാസ്ത്രവിധി മനസ്സിലാക്കാതെ മറ്റുള്ളവരെ അന്ധമായി ഒരു ഇഷ്ടം കൊണ്ട്, പ്രേരണ കൊണ്ട് അവർ അനുകരിക്കുന്നെങ്കിൽ അവർക്കൊരു ഐശ്വര്യവും എന്ന് മാത്രമല്ല ന
പരാം ഗതിം. അത് മുഴുവൻ വായിക്കാം. ന സിദ്ധിമവാപ്നോതി. അടുത്ത വരി എന്താണ്? ന സുഖം ന പരാം ഗതിം. ഒരു യഥാർത്ഥ സുഖവും ഒരു യഥാർത്ഥ ഗതിയും അവർക്ക്. അപ്പൊ നോക്കൂ, അന്ധമായി മറ്റുള്ളവരെ പിന്തുടരുന്ന ഭക്തി ശരിയാണോ? അവർക്ക് പറയൂ നിങ്ങൾ. അല്ല. ഏത് വേണം? ഏത് മനസ്സിലാക്കണം? ശാസ്ത്രം മനസ്സിലാക്കണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കണോ വേണ്ടയോ? വേണോ വേണ്ടയോ? ഈ ഗുരുവായൂരിൽ വരുന്നവർ 100% 80% ഇത് മനസ്സിലാക്കിയിട്ടാണോ തൊഴാൻ പോണത്? സത്യം പറയൂ, പറയൂ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കാത്ത എന്ത് ഭക്തന്മാരാ നമ്മള്? കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കണ്ടേ? വേണോ? വേണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ശാസ്ത്രം മനസ്സിലാക്കണം. ഇനി അടുത്ത വരിയും കൂടി. തസ്മാൽ ശാസ്ത്രം പ്രമാണം തേ. ഒന്നുകൂടി ഉറക്കെ വായിച്ചു നോക്കൂ. തസ്മാത്, അതുകൊണ്ട്, therefore, അതുകൊണ്ട്, ശാസ്ത്രം പ്രമാണം തേ. പ്രമാണം ഏതായിരിക്കണം? മറ്റുള്ളവർ ചെയ്യുന്നത് അന്ധമായി അനുകരിക്കുന്നതല്ല പ്രമാണം. ഏതായിരിക്കണം പ്രമാണം? അച്ഛനും അമ്മയും പൊട്ടനെ പോലെ തൊഴുതു പോകുന്നു വെച്ചിട്ട് ഞാൻ തൊഴുതു പോകണമെന്നില്ല. അവരന്ധരാണെന്ന് വെച്ചിട്ട് ഞാൻ അന്ധരാവണമെന്നില്ല. ഞാൻ എന്ത് മനസ്സിലാക്കണം? ശാസ്ത്രം പ്രമാണം തേ. അടുത്ത വരികളൊക്കെ നോക്കൂ നിങ്ങൾ. തസ്മാൽ ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യ വ്യവസ്ഥിഷു. ഒന്നുകൂടി ഉറക്കെ വായിക്കൂ. കാര്യകാര്യ വ്യവസ്ഥിഷു. കാര്യം അകാര്യം. കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, അകാര്യം. അപ്പൊ ചെയ്യേണ്ടതെന്ത്, ചെയ്യേണ്ടത് എന്തത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഒരു ക്ഷേത്രത്തിൽ ഞാൻ എന്തിനാണ് പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവിടെ എന്താണ് ചെയ്യേണ്ടതില്ലാത്തത്, ഇത് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുള്ളത്? ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? തൊഴുതു പോകലാണ് അവിടെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആരെങ്കിലും ശാസ്ത്രത്തിൽ മനസ്സിലാക്കിയിട്ടാണോ പോകുന്നത്? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ആരെങ്കിലും നിങ്ങൾക്ക് ശാസ്ത്രത്തിൽ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? അപ്പോൾ എന്തവിടെ ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം? ശാസ്ത്രത്തിൻ്റെ. എന്നിട്ട് അടുത്ത വരി. അതുകൊണ്ട് അടുത്തത് എന്താണ്? ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം. സോറി, അല്ലേ? ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. അതുകൊണ്ട് എന്ത് വേണം? ആചാര്യന്മാരുടെ അടുത്ത് പോയി ജ്ഞാത്വാ. ജ്ഞാത്വാ, ജ്ഞാനം. ജ്ഞാത്വാ എന്ന് പറഞ്ഞാൽ അറിയണം. എന്തറിയണം? ശാസ്ത്രം വിധാനോക്തം. വിധാനോക്തം വിധിപൂർവകം. ആചാര്യന്മാരുടെ അടുത്ത് പോയി ശാസ്ത്രം അറിഞ്ഞിട്ട് വേണം കർമ്മ കർത്തുമിഹ അർഹസി. എന്തൊക്കെ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്ന കാര്യത്തെക്കുറിച്ച് ആരിൽ നിന്ന് മനസ്സിലാക്കണം? ആരിൽ നിന്ന് മനസ്സിലാക്കണം? ആചാര്യന് തോന്നിയതുപോലെ പറയാൻ പാടില്ല. ആചാര്യൻ എന്തേ പറയാവൂ? ശാസ്ത്രമായ സത്യങ്ങളെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ച് നാം ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി, അതായത് ആത്മീയ ശാസ്ത്രം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടു നടന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ ജ്ഞാതും, ഈ 3 വാക്കുകൾ നിങ്ങൾ മരിക്കുന്നത് വരെ മറക്കരുത്. ജ്ഞാതും, ദ്രഷ്ടും, പ്രവേഷ്ടും. അവസാനം ഭഗവാനിലേക്ക് എത്തിച്ചേരാം.